ശ്രീ ജേക്സി തോമസ് ഇന്ന് കേരള MD വിശദീകരിക്കാൻ വന്നു. CPM സംസ്ഥാന സെക്രട്ടറി പുതിയ ആരോപണങ്ങളുമായി വന്നു. മന്ത്രി സജി ചെറിയാൻ വിശദീകരണവും ഉന്നയിച്ചു, ആരോപണവും ഉന്നയിച്ചു. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ വൈകുന്നേരം കണ്ണൂരിൽ വളരെ ശക്തമായി തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു. ശരിക്കും കേരള പദ്ധതിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? കേരളയുടെ MD പറയുന്നത് ഭൂമി ഏറ്റെടുക്കാനൊന്നും ആലോചിച്ചിട്ടില്ല, സാമൂഹ്യാഘാത പഠനം നടത്തി അത് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ, അത് അംഗീകരിക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ പദ്ധതിയുടെ അടുത്ത നടപടികളിലേക്ക് പോകൂ എന്ന്. മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് എന്ത് വന്നാലും നാടിന് ആവശ്യമാണ് എന്ന് കണ്ടാൽ ഈ പദ്ധതി എന്ത് പ്രതിഷേധം വന്നാലും നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന്. ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? പദ്ധതിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടുണ്ടോ, അതോ സാമൂഹ്യാഘാത പഠനത്തിന് ശേഷം തീരുമാനമെടുക്കാൻ സർക്കാർ കാത്തിരിക്കുകയാണോ? ഇത് പറഞ്ഞോളൂ. തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സംശയത്തിന് ഇടവരുത്തുന്ന രണ്ടു തരം പ്രസ്താവനയാണ് ഇവരുടേതെന്ന് കാണുന്നതിലെ ഒരു വസ്തുതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? അതായത് വളരെ ക്രിസ്റ്റൽ ക്ലിയറോടുകൂടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ, അതിൻ്റെ പ്രതീകമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം കേരളത്തിലെ ഇടതുപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാന പത്രിക, ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 2016 ആണ്ടിൽ ഇപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ്, ഞാൻ സംവദിക്കുന്നതിന് തൊട്ടു മുമ്പ് അങ്ങേയറ്റം പച്ചക്കള്ളവും വസ്തുതാവിരുദ്ധവും മാത്രം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ബഹുമാനീയനായ പ്രതിനിധിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയുകയും ഇടതുപക്ഷത്തെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് ജനങ്ങൾ കൈപിടിച്ച് ആനയിക്കുകയും ചെയ്തത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച മാനിഫെസ്റ്റോയുടെ കൂടെ അടിസ്ഥാനത്തിലാണ്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഓരോ വർഷവും നടപ്പിലാക്കിയ മാനിഫെസ്റ്റോ പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡായി അച്ചടിച്ച് നൽകി 600 വാഗ്ദാനങ്ങൾക്കകത്ത് 590 പൂർത്തിയാക്കി ജനങ്ങൾ 6.5 പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ഭരണത്തിന് ഹൃദയം പകുത്തു നൽകി. തുടർന്ന് ഭരണം കേരളത്തിലുണ്ടായി. അപ്പോൾ ഞങ്ങൾ പുതിയ മാനിഫെസ്റ്റോ വെച്ചു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് കേരയിൽ എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇവരെന്തുകൊണ്ട് ആദ്യം ഇവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല? ഞാനതിൻ്റെ വിശദമായ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ചർച്ചയിൽ പിന്നീട് സമയം അനുവദിക്കണമെങ്കിൽ നമുക്കതിലേക്ക് പോകുകയും ചെയ്യാം. ഇതിനെ സംബന്ധിച്ച് 2016 തൊട്ട് മുമ്പുണ്ടായിരുന്ന ബഹുമാനീയനായ കോൺഗ്രസ് പ്രതിനിധിയുടെ നേതാവ്, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ഇവരൊക്കെ അധികാര കസേരകളിൽ അമർന്നിരുന്ന കാലം ബഹുമാനീയനായ വാർത്താ അവതാരിക ഓർമ്മയിലുണ്ടാകും. ആ സമയത്ത് ദേശീയപാത വികസനത്തെ സംബന്ധിച്ച് ഇതേപോലെ സമാനമായ നിലയിൽ സ്ഥലം ഏറ്റെടുക്കലിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ യോഗം വിളിച്ചപ്പോൾ കോൺഗ്രസ് പ്രതിനിധി ഉൾപ്പെടെയുള്ള കേരളയിൽ വിരുദ്ധ സമര സമിതിയുടെ മുഴുവൻ ബഹുമാനീയനും ഇന്ന് ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി CPIM സംസ്ഥാന സെക്രട്ടറിയാണ്, ആദരണീയനായ സഖാവ് VS കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തു. ഇവിടെ ചർച്ചയിലിരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ ആളുകൾക്ക് ഭരണമുണ്ടായിരുന്ന കാലം ദേശീയപാത വികസനത്തിൽ വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. എന്തായിരുന്നു ഞങ്ങളുടെ നിലപാടെന്നറിയുമോ? എനിക്കറിയില്ല, കണ്ടുപഠിക്കണം. അങ്ങ് ഉദ്ദേശിച്ചത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനീയനായ കോൺഗ്രസ് നേതാവ് പച്ചക്കള്ളങ്ങൾ പറഞ്ഞല്ല, അങ്ങ് ഓർമ്മിച്ചെടുക്കണം, അങ്ങ് കണ്ടുപഠിക്കണം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം എന്തായിരുന്നുവെന്ന്. കാരണം എന്താണ്? ഞങ്ങൾ കുറ്റി പറിക്കാൻ പോകുന്നല്ല ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ കല്ല് പറിച്ച് തോട്ടിക്കളയുമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തി കള്ളപ്രചരണം നടത്തി ഈ നാടിൻ്റെ വികസനത്തെ കുട്ടിച്ചോറാക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഇന്നത്തെ മുഖ്യമന്ത്രി, അങ്ങയുടെ ഗവൺമെൻറ്, അങ്ങയുടെ മുൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് കേരളത്തിൽ 45 മീറ്റർ ദേശീയപാത സംഭവിച്ച് എന്നേ കഴിയേണ്ടതായിരുന്നു, അനിവാര്യമായി എന്നേ സംഭവിക്കേണ്ടതായിരുന്നു. ഇതിൻ്റെ വീതി കുറയ്ക്കുകയല്ല, 45 മീറ്ററിൽ കേരളത്തിൽ കോൺഗ്രസ് ദേശീയപാത പണിയാൻ നേതൃത്വമായാൽ അതിന് വലം കൈയായി, അതിന് പിന്തുണയുമായി കേരളത്തിൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഇടതുപക്ഷം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്താൻ പോയില്ല, കല്ല് പറിക്കാൻ പോയില്ല, എന്നിട്ട് കുറ്റി പറിച്ച് തോട്ടിക്കളയാൻ പോയില്ല, സമര ആഭാസത്തിന് നേതൃത്വമായില്ല. പക്ഷേ എന്തുണ്ടായി? ഇവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നു, കേരളത്തിലെ ജനങ്ങൾ ഇവരെ തള്ളി ഞങ്ങളെ വർണ്ണമേൽപ്പിച്ചു. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? RSS പ്രചാരകൻ, ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, അന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ദിവസം ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തി. അദ്ദേഹം പറഞ്ഞത് ദേശീയപാതയും ഗെയിൽ പൈപ്പ് ലൈനും യാഥാർത്ഥ്യമാക്കുകയാണെങ്കിൽ, അദ്ദേഹം ഒരു പടി കൂടെ കടന്നിട്ട് പറഞ്ഞു, മുസ്ലിം മത തീവ്രവാദ സംഘടനകളുടെ എതിർപ്പിനെ അപ്രസക്തമാക്കി ദേശീയപാതയും ഗെയിൽ പൈപ്പ് ലൈനും എടമൺ കൊച്ചി പവർഹയും യാഥാർത്ഥ്യമാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തെ അംഗീകരിക്കേണ്ടതായി വരും.
2021 ഞങ്ങൾ മാൻഡേറ്റ് നേടി. ദേശീയപാത അങ്ങയുടെ മാധ്യമ സ്ഥാപനം മലയാള മനോരമ ഓൺലൈൻ ന്യൂസ് 2 ദിവസക്കാലം മുമ്പ് വാർത്ത ചെയ്തു. തളിപ്പറമ്പ്, തലപ്പാടി റീച്ച്, കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ ദേശീയപാത കണ്ണഞ്ചിപ്പിക്കുന്ന വികസന വേഗത്തിൽ യാഥാർത്ഥ്യമാകുന്നു. എന്തുകൊണ്ടാണ്? ഈ ദേശീയപാത വികസനത്തിന്റെ 92% സ്ഥലമേറ്റെടുപ്പും പൂർത്തിയായി. അങ്ങ് കോൺഗ്രസ് പ്രതിനിധി അങ്ങ് ഓർമ്മിച്ചു, 2026 ഞങ്ങൾ വോട്ട് നേടാൻ വേണ്ടി പോകുന്നത് 6 വരി ദേശീയപാതയുടെ അങ്ങയും ഞാനും സഞ്ചരിക്കുന്ന ഈ കേരളത്തെ ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് ബോധ്യപ്പെട്ടു, ദേശീയപാത സംഭവിച്ചു. ഗെയിൽ പദ്ധതിയിൽ കമ്മീഷൻ ചെയ്തു. ഇടമൺകൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമായി. കെ4 കേരളം യാഥാർത്ഥ്യമായി. കെ-ഡിസ്ക് കേരളം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ കേരളത്തെ അഭൂതപൂർണമായി മാറ്റുമ്പോൾ കേരളയിലുള്ള കേരളം അത് UDFന്റെ എയർ കേരള പോലെ, UDFന്റെ ഹൈസ്പീഡ് പോലെ പത്രികയായി നിങ്ങളുടെ വീടുകളിലും പാർട്ടി ഓഫീസിലും ഉറങ്ങില്ല. അത് കേരളത്തിന്റെ യാഥാർത്ഥ്യമാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോഴതാ ഈ കോലാഹലവുമായി ഇറങ്ങിയിരിക്കുന്നു. ഇത് തരക്കെടില്ലല്ലോ. ഒരു സംശയവും വേണ്ട, ഇപ്പോൾ നടത്തുന്ന ഈ കുറ്റിയിടൽ സാമൂഹ്യ ആഘാത പഠനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കേരളയിലെ MD വ്യക്തമാക്കിയതുപോലെ ജനങ്ങളുടെ നഷ്ടപരിഹാര തുക തീരുമാനിച്ച് അവർക്ക് നടപ്പിലാക്കിയതിനു ശേഷം, അതായത് മാധ്യമ ആങ്കർ ഓർമ്മിക്കേണ്ടത്, ദേശീയപാതയ്ക്ക് ഇതിന്റെ ഇരട്ടി സ്ഥലം നമ്മൾ ഏറ്റെടുത്തു. ഇതിന്റെ ഇരട്ടി ആളുകളെ ഒഴിപ്പിച്ചു. എവിടായിരുന്നു കോൺഗ്രസ്? എവിടായിരുന്നു കുറ്റിപ്പറി സംഘം? എവിടെയായിരുന്നു കായലെറിയൽ സംഘം? എന്തുകൊണ്ട് പ്രതിപക്ഷ സമരം ഉണ്ടായില്ല? എന്തുകൊണ്ട് വഴിയിൽ നമ്മൾ കണ്ടല്ലോ, ഗെയിൽ പൈപ്പ് ലൈൻ സമയത്ത് വഴിയിൽ നിസ്കാരപ്പായിട്ട് നിസ്കരിക്കുന്ന സമര അശ്ലീലത്തിന് കേരളം വേദിയായില്ലേ? ഇന്ന് ആ വീടുകളിൽ ഗെയിൽ പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് വീടുകളിലേക്ക് എത്തുകയാണ്. ദേശീയപാത 6 വരിയാവുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇവർ പറഞ്ഞ പോലെയല്ല, ഞങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അത് കേരളത്തിലെ ജനത സ്വീകരിക്കും. അവർ മാൻഡേറ്റ് നൽകും. ഇനി ഒരു മാൻഡേറ്റോട് നൽകിയാൽ, കേരളയിലുള്ള കേരളം യാഥാർത്ഥ്യമായാൽ, ആജീവനാന്ത കാലം പ്രതിപക്ഷ കസേരകളിൽ അമർന്നിരിക്കേണ്ട വരുമെന്ന നിർദ്ദയമായ യാഥാർത്ഥ്യത്തെ ഇവർക്ക് അംഗീകരിക്കേണ്ടതായി വന്നു. നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഇന്ന് തൊട്ടു മുമ്പ് അദ്ദേഹം പറയുകയുണ്ടായി, കോൺഗ്രസ് ജയിലിൽ പോകുമെന്നും 2 DYFIയുടെ നേതാവ്, ഏതോ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകൻ, അതിൽ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തോട് അടക്കം എനിക്ക് വിയോജിപ്പുണ്ട്. അങ്ങയുടെ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് മൈക്ക് നൽകി കാണിച്ചത്. എന്താ പറഞ്ഞത്? ഞാൻ DYFIയുടെ നേതാവാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, പക്ഷെ ഞങ്ങൾ ഈ പദ്ധതിയെ എതിർക്കും. നമ്മൾ മാധ്യമ പ്രവർത്തകർ വാർത്തകൾ നൽകുമ്പോൾ ആ വാർത്ത വസ്തുതയാണോ എന്ന് പരിശോധിച്ചുകൂടെ ജനസമക്ഷത്തിന് മുമ്പിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. എന്താണ് ഈ വാർത്ത കണ്ട കോൺഗ്രസ് പ്രതിനിധി കണ്ണും പൂട്ടി അയാൾ വീഡിയോ എന്തോ കാണിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ആ വീഡിയോ കണ്ടതല്ലേ? ഇദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യം എന്താ? BJPയുടെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന ഈ മുൻ അനുഭവം പങ്കുവിട്ട ആളുടെ ചിത്രം അങ്ങയുടെ ഈ കൗണ്ടർ പോയിന്റിന്റെ പ്രൊഡ്യൂസർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. സൗകര്യപ്പെടുമെങ്കിൽ മാത്രം, ഞാൻ വെല്ലുവിളിക്കുന്നൊന്നുമില്ല, സൗകര്യപ്പെടുമെങ്കിൽ ഞാൻ DYFI ആണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളെയും കാണിക്കാൻ ശ്രമിച്ച അതേ സമയത്തിന്റെ 4-1 ഉപയോഗിച്ചുകൊണ്ട് RSSന്റെ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ചിത്രം കാണിക്കാൻ നിങ്ങൾ തയ്യാറാകണം. പിന്നെ വാർത്തകൾ കൊടുക്കുമ്പോൾ അത് വസ്തുതയാണോ? വേണമെങ്കിൽ ഒരു സൽപ്പേരിനും ഒരു പ്രീതിക്കും വേണ്ടി ഇടതുപക്ഷത്തെ നാളെ അപകസിക്കാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ വാർത്തകൾ കൊടുക്കാം. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വാർത്തകൾ കൊടുക്കണം. കേരളത്തിൽ കോൺഗ്രസ് ഉണ്ട്, SUC ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, NDF ഉണ്ട്, RSS ഉണ്ട്. ഇതിനപ്പുറം ദേശീയപാതയ്ക്ക് സ്ഥലം ഇങ്ങോട്ട് വിട്ട് നൽകിയ ജനങ്ങളെ പോലെ കുറ്റിവരയ്ക്കാൻ ചെന്നിട്ട് ഒരു ജനങ്ങളും അനുകൂലം നിൽക്കാത്ത അവസ്ഥ ഉണ്ടായതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടെ അവരുടെ ആത്മവിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് കേരളയിലുള്ള കേരളം യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം എന്താണ്? ഇന്നും മുഖ്യമന്ത്രി പറയുന്നത് ഇളക്കി വിടുന്നതാണ്, തീവ്രവാദ സംഘടനകളാണ് ഇതിന് പിന്നിലെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നു. വിമോചന സമരകാലത്തിന്റെ സമാനമായ ഒരുക്കമാണ് നടക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. ഇന്ന് കേരളത്തിൽ ഉടനീളം കാണുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലൊക്കെ ഈ തീവ്രവാദ സംഘടനകളും വിമോചന സമര ഉദ്ദേശം ഉള്ളവരുമാണ് എന്നാണോ CPM മനസ്സിലാക്കുന്നത്? പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇനിയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത്? രണ്ടും പറയുന്നത് നിങ്ങൾ തന്നെയാണോ? നിങ്ങൾ ഒരു വശത്ത് ഇവർ ജനങ്ങളാണെന്ന് പറയുന്നു, ഒരു വശത്ത് തീവ്രവാദ സംഘടനകൾ ആസൂത്രണം ചെയ്ത് സമരം നടത്തുകയാണെന്ന് പറയുന്നു. നിങ്ങളുടെ ശരിക്കുമുള്ള ബോധ്യം എന്താണ്? നിങ്ങൾക്ക് അതിൽ സംശയം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. ഈ ഇടതുപക്ഷ വിരുദ്ധ മഴവിൽ സഖ്യം ഈ സമരങ്ങൾക്ക് പുറകിലുണ്ട്. അവരാണ് ഇതിൻ്റെ നേതൃത്വം. കാരണം എന്താണ്? ഞാൻ ആവർത്തിച്ച അങ്ങയോട് ഉൾപ്പെടെ ഈ ചർച്ച ശ്രമിക്കുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ദേശീയപാത വികസനം 6 വരിപ്പാത 45 മീറ്ററിൽ വിപുലമായ സ്ഥലം ഏറ്റെടുത്തു. എന്തുകൊണ്ട് ആ ഏറ്റെടുപ്പിന്റെ സമയത്ത് ഇവർക്ക് കുറ്റിപ്പറിക്കാൻ പോകാൻ കഴിഞ്ഞില്ല? കാലുനാട്ടലിന് എതിരെ ശക്തമായി കുത്തിയിരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് 25% തുക സ്വന്തം ബിയർ ചെയ്തു. അതായത്
പറമ്പിലൊരു തെങ്ങുണ്ടെങ്കിൽ, ഒരു ജാതി മരമുണ്ടെങ്കിൽ, ഒരു കന്നുകാലി തൊഴുത്തുണ്ടെങ്കിൽ അവശേഷിക്കുന്ന ഒരു മരത്തിൻ്റെ ചില്ലയുടെ തുടിപ്പിന് പോലും വർഷങ്ങൾ കണക്കാക്കി നഷ്ടപരിഹാരം നൽകുന്ന ചരിത്രത്തിലെ ഏകവും ആദ്യവുമായ ഇന്ത്യൻ അനുഭവം കേരളത്തിലുണ്ടായി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ജനങ്ങൾ സ്ഥലം വിട്ടു നൽകി, ഇവർ പരാജയപ്പെട്ടു. അപ്പോഴെന്തുണ്ടായി? ഇതിന്റെ തുടർച്ചയിൽ അതിന്റെ പകുതി പോലും സ്ഥലം ഏറ്റെടുക്കൽ ഇല്ലാത്ത കേരളയിലേക്ക് വരുമ്പോൾ ഇവർ സമരമായി വരികയാണ്. നമ്മൾ കാണേണ്ടത് ഇത്രയേ ഉള്ളൂ. ദേശീയപാതയ്ക്ക് ഇതിന്റെ ഇരട്ടി സ്ഥലം വേണമായിരുന്നു, സമരം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ സ്ഥലം വേണ്ടാത്ത ദേശീയപാതയല്ല, ദേശീയപാത കടന്നു പോകുമ്പോൾ ഒരു പ്രദേശത്തിനുണ്ടാകുന്ന വികസനമല്ല പ്രാദേശികമായി ഈ കേരയിൽ അഥവാ സിൽവർ ലൈൻ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജനങ്ങളുടെ ആശങ്ക നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടുമല്ല. അതുകൊണ്ട് ദേശീയപാതയും ദേശീയപാതയുടെ പാക്കേജും ദേശീയപാതയുടെ സമയത്ത് പ്രതിഷേധം ഉണ്ടാകാത്തതും ഇപ്പോൾ പ്രതിഷേധം ഉണ്ടാകുന്നതിനെയും ഒരേപോലെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്ന് താങ്കൾക്ക് ഉറപ്പല്ലേ? ഇതിൽ എത്രമാത്രം വ്യക്തത ഈ അവകാശപ്പെടുന്ന മന്ത്രിസഭയ്ക്ക് തന്നെയുണ്ട് ശ്രീ ജയ്ക്ക്? ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരളയുമായി ബന്ധപ്പെട്ട് ബഫർ സോണേ ഇല്ല. കേരളിന്റെ എം ഡി ഇന്ന് തന്നെ പറഞ്ഞു, മണിക്കൂറുകൾക്കുള്ളിൽ കേരളിന്റെ എം ഡി ഇന്ന് പറഞ്ഞു ബഫർ സോൺ ഉണ്ട്, 5 മീറ്റർ വീതം ബഫർ സോൺ ഉണ്ട്, 10 മീറ്ററിനുള്ളിൽ നിർമ്മാണങ്ങൾ നടത്തണമെങ്കിൽ പ്രത്യേക അനുമതി തേടണം. ആര് പറയുന്നതാണ് കേരളം വിശ്വസിക്കേണ്ടത്? മന്ത്രിമാർക്ക് അറിയാത്ത വിവരങ്ങൾ ഈ പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് അറിയണം, അങ്ങനെയല്ലെങ്കിൽ അവരൊക്കെ തീവ്രവാദികളാണ് എന്നാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ കേരളയിലെ എം ഡിയുടെ പൂർണ്ണമായ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടതിന് ശേഷം അതിന്റെ മറുപടിയിലേക്ക് ബഫർ സോൺ ഉണ്ടോ ഇല്ലയോ? അല്ല ജയ്ക്ക്, നിങ്ങളുടെ ബോധ്യം എന്താണ്? ഈ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഫർ സോൺ ഉണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ദേശീയപാതയുടെ പാക്കേജുമായി താങ്കൾ താരതമ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ബഫർ സോൺ എന്ന രീതിയിൽ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് പുറമെ മറ്റ് മേഖലകളിലേക്ക് കൂടി, അതായത് 5 മീറ്റർ പൂർണ്ണ നിയന്ത്രണം, അതിനപ്പുറത്തേക്ക് 10 മീറ്റർ വരെ നിർമ്മാണത്തിന് പ്രത്യേക അനുമതി തേടേണ്ട അത്ര ബഫർ സോൺ ഈ കേരളയിൽ സിൽവർ ലൈൻ ഉണ്ടോ? കൂടുതലൊന്നും ചോദിക്കല്ലേ, ഇറങ്ങി പോട്ടോ. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അത് കേരളയിലെ എം ഡി വിശദീകരിച്ചല്ലോ, നമ്മളുടെ മുമ്പിൽ അതുണ്ട്. ചോദ്യത്തിന്റെ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചു. മന്ത്രി പറഞ്ഞ നമ്മുടെ മുന്നിലുണ്ട്. മന്ത്രി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? DPR ഞാൻ വിശദമായി പഠിച്ചതാണ്, ബഫർ സോൺ 1 മീറ്റർ പോലും ഇല്ല എന്നാണ് മന്ത്രി പറയുകയാണ്. നിങ്ങളിത് പഠിച്ചിട്ട് സംസാരിക്കൂ. ഞാൻ DPR പഠിച്ചിട്ടാണ് വരുന്നത്, 1 മീറ്റർ പോലും ബഫർ സോൺ ഇല്ല. തൊട്ട് പിന്നാലെ കേരള എം ഡി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ബഫർ സോൺ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണല്ലോ. ആര് പറയുന്നത് വിശ്വസിക്കണം? ഇനി എനിക്ക് മറുപടി പറയാലോ അല്ലേ? മറുപടി തന്നെ പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഫർ സോൺ ഉണ്ടോ ഇല്ലയോ? അല്ല, അപ്പോൾ ഞാൻ ഒരു മിനിമം മര്യാദ, അതായത് അങ്ങ് ചോദ്യം ചോദിച്ചപ്പോൾ ഇടപെടാതിരുന്നു കൊണ്ട് ഞാൻ സ്വീകരിച്ച ആ ഒരു മര്യാദാപൂർണമായ സമീപനം അങ്ങ് തിരിച്ച് എന്നോടും കാണിക്കണം. അങ്ങയുടെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ അങ്ങ് ദേശീയപാത വികസനത്തെയും അതോടൊപ്പം തന്നെ കേരളയിലെയും സംബന്ധിച്ച് ഞാൻ താരതമ്യം ചെയ്തപ്പോൾ, സമീകരിച്ചപ്പോൾ അങ്ങ് അത് ശരിയായ ഒരു സമീകരണമല്ല, അതൊരു ശരിയായ താരതമ്യമല്ല എന്ന നിലയിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ചു. ആ ചോദ്യത്തിന് മറുപടി പറയാം. രണ്ടാമത് അങ്ങ് ചൂണ്ടിക്കാണിച്ച കേരളയിലെ എം ഡിയും അതേപോലെ തന്നെ ഇപ്പോഴങ്ങ് ചൂണ്ടിക്കാണിച്ച സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിലേക്കും വരാം. ഒരു ചോദ്യത്തിനും മറുപടി ഇല്ലാതെ പോകില്ല. അങ്ങക്കൊരു സംശയവും വേണ്ട. അതായത് ദേശീയപാത വികസനത്തെയും അതേപോലെ തന്നെ കേരളയിലെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ആ 2 പദ്ധതി രണ്ടാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യയുക്തിയുടെ കുറവ് എനിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല. ആ 2 പദ്ധതിയും നമ്മൾ താരതമ്യം ചെയ്തത് എന്തുകൊണ്ടാണ്? ആ 2 പദ്ധതിയും സ്ഥലമേറ്റെടുക്കലിനകത്തും ആളുകളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും വീടുകളും കുടിയൊഴിപ്പിക്കേണ്ട വരുന്നതിനകത്തും കേരളയിലേക്കാൾ ബഹുവിസ്തൃതമായ പദ്ധതിയായിരുന്നു ദേശീയപാത. ഇതറിയാൻ വയ്യാത്ത ആളല്ല ബഹുമാന്യനായ ആങ്കർ എന്ന് ഞാനും കരുതുകയാണ്, അങ്ങയുടെ അനുവാദമില്ലാതെ. അപ്പോൾ ദേശീയപാത വികസനത്തിന് വേണ്ടി കുടിയൊഴിപ്പിക്കേണ്ട വന്ന 3 ഇരട്ടി ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കേണ്ട വന്ന കേരളയിലേക്കാൾ ഇരട്ടിയോളം വരുന്ന അനുഭവങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിഷേധം ഉണ്ടായില്ല. കാരണം കേരളത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും സമീപത്ത് അമർത്യ സെൻ ലേഖനത്തിലെ തലവാചകമായി എഴുതുകയുണ്ടായി, കീപ്പിംഗ് ദ പീപ്പിൾ നോട്ട് ദ പ്രോഫിറ്റ് അറ്റ് ദ സെന്റർ ഓഫ് റിഫോംസ്. ഞങ്ങളുടെ മുമ്പിൽ മനുഷ്യരാണ്. ദേശീയപാതയ്ക്കും കോടിക്കണക്കിന് രൂപ വേണം, അതോടൊപ്പം തന്നെ കേരളയിലും കോടിക്കണക്കിന് വരുന്ന രൂപ വേണം. കുടിയൊഴിപ്പിക്കപ്പെടുന്ന മനുഷ്യന്മാരുടെ പ്രയാസങ്ങളെ അഭിസംബോധന ചെയ്യാൻ കേരളത്തിൽ ഇടതുപക്ഷം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ 2 പദ്ധതിയെ ഞാൻ താരതമ്യം ചെയ്തത്. അതല്ലാത്ത മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോയത് കൊണ്ടല്ല. ദേശീയപാതയ്ക്ക് കുടിയൊഴിപ്പിക്കേണ്ട വരുന്ന മനുഷ്യനും കണ്ണീരുണ്ടാകും. അതേ കണ്ണീര് തന്നെ കേരളയിന് വേണ്ടി സ്ഥാപന ജംഗമകളും അതേപോലെ വീടും വിട്ടുകൊടുക്കേണ്ട വരുന്ന മനുഷ്യരും ഉണ്ടാകും. ആ 2 മനുഷ്യന്റെയും കണ്ണീരിനെയാണ് ഞങ്ങൾ അഭിസംബോധന ചെയ്തത്. ഇതുപോലെ കഴിവുള്ള അതുകൊണ്ടാണ് ഇതിനെ 2 താരതമ്യം ചെയ്തത്. ആ കണ്ണീരുകളെ അഭിമാനാർഹമായ നഷ്ടപരിഹാര പാക്കേജ് കൊണ്ട് അഭിസംബോധന ചെയ്യാൻ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാര പാക്കേജ് കൊണ്ട് അഭിസംബോധന ചെയ്യാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു.
അതുകൊണ്ടാണ് കുറ്റിപ്പറിക്കൽ സംഘത്തിന് അവിടെ സ്പേസ് ഉണ്ടാകാതെ വന്നത്, അതുകൊണ്ടാണ് കായലെറിയൽ സംഘത്തിന് അവിടെ സ്പേസ് ഉണ്ടാകാതെ വന്നത്. അതേ അഭിമാനാർഹമായ പാക്കേജ് ഇപ്പോൾ സാമൂഹ്യാഘാത പഠനം നടത്തി നഷ്ടപരിഹാര പാക്കേജ് വീട് വിട്ടുകൊടുക്കേണ്ട ആൾക്ക് വാടക വീട് വരെ സ്വന്തം വീട് തയ്യാറാകുന്ന ഘട്ടം വരെ കൊടുക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ തന്നെ അത്യപൂർവമായ നഷ്ടപരിഹാര പാക്കേജ് ഇവിടെയും നടപ്പിലാക്കും. അത് നടപ്പിലാക്കി അവസാന മനുഷ്യൻ്റെയും കണ്ണീരിനെ ഒപ്പിയിട്ടായിരിക്കും കേരളയിൽ നടപ്പിലാക്കുക. അങ്ങ് ബഫർ സോണെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചു. ഞാൻ പറഞ്ഞു പ്രാഥമികമായ നിലയിൽ കേരളയിലെ സംവാദങ്ങളും മറ്റ് സദസ്സുകളൊക്കെ പങ്കെടുത്തയാളാണ് അങ്ങേപ്പോലെ തന്നെ ഞാനും, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുള്ള ആളുകളാണ് അങ്ങേപ്പോലെ തന്നെ ഞാനും. എൻ്റെ അനുഭവങ്ങൾ ബഫർ സോണിൻ്റെ നേരിയ സാധ്യത ഇത്തരം സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. കേരളയിലെ എം ഡി വിശദമാക്കിയതുപോലെ അതിനെ സംബന്ധിച്ച് ബഫർ സോണെ സംബന്ധിച്ച് മന്ത്രിയുടെ പ്രതികരണം, ഞാനിത് രണ്ട് പ്രതികരണവും പൂർണ്ണമായി കണ്ട ആളുകളല്ല. അതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അവർ രണ്ടുപേരും അതിനകത്ത് വ്യക്തത ഞാനത് എടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയായിരുന്നു. നമുക്കത് എടുക്കാം. എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ പോലും മന്ത്രിസഭയിലെ ഒരു അംഗം എന്താണ് പറയുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ ഗുരു എന്നെയും കൊണ്ടേ പോ. ഇന്ന് മന്ത്രിയും കേരള എം ഡിയും ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ വൈരുദ്ധ്യം കണ്ട ശേഷം നമുക്ക് തിരിച്ചു വരാം. ബഫർ സോണാണ് പറഞ്ഞത്, 1 മീറ്റർ ഇല്ല. DPR നിങ്ങൾ സ്റ്റഡി ചെയ്യും. ഇത് വെറുതെ കള്ളം പറയല്ലേ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പോകുന്നില്ല ഇവിടെ ബഫർ സോൺ. ഇന്ത്യൻ റെയിൽവേ പോകുന്ന പറഞ്ഞാൽ അവർ ഇപ്പോൾ ലാസ്റ്റ് പറയുന്നത് 10 മീറ്റർ കണ്ടാണ്. ഇത് 1 മീറ്റർ പോലും ഇല്ല. കാരണം അതിൽ ആവശ്യമില്ല. കാരണം ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും പിന്നെ മേളിൽ കൂടാണ് പോകുന്നത്, ഓർബിറ്റാണ് പോകുന്നത്. പിന്നെ എന്തിനാ താഴെ ഈ ബഫർ സോൺ പറയുന്നത്? ഒരാളിൻ്റെ 1 മീറ്റർ സ്ഥലം അനധികൃതമായി എടുക്കത്തില്ല, അത് ബാധിക്കത്തില്ല. ഞാൻ ആ DPR പഠിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇതിനെപ്പറ്റി നല്ല സ്റ്റഡി ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. എനിക്കറിയില്ല. 5 മീറ്റേഴ്സാണ് ബഫർ സോണ്. 5 മീറ്ററിൽ കൺസ്ട്രക്ഷൻ പാടില്ല. അതിന് മേലോട്ടുള്ള സ്ഥലത്ത് അപ്രൂവൽ എടുക്കേണ്ടി വരും. 10 മീറ്റർ വരെയാണെങ്കിൽ അപ്രൂവൽ നോ ഒബ്ജക്ഷൻ എടുക്കേണ്ടി വരും. ശ്രീ ജെയ്സി തോമസ്, വിശദമായി DPR പഠിച്ച ശേഷം പൂർണ്ണ ബോധ്യത്തിൽ കേരളത്തിന്റെ മന്ത്രി ഇന്ന് ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണ് ഈ കേട്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഉന്നയിച്ച എൻ്റെ മറുപടിയിലെ മറ്റു ഭാഗങ്ങളോട് അങ്ങേക്ക് വിയോജിപ്പില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ ഇതിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, കേരളയിലെ 2ഓ 3ഓ വിശദീകരണ യോഗത്തിൽ വെർച്വലായും മറ്റല്ലാതെയും അതിനെ ശ്രമിക്കുകയും കാണുകയും പങ്കെടുക്കുകയും ചെയ്ത എൻ്റെ അനുഭവങ്ങളിൽ ബഫർ സോണിൻ്റെ സാധ്യത കേരളയിലെ ഭാഗങ്ങളിൽ വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി? അത് നിങ്ങൾ തന്നെ, നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ തന്നെ അപ്രാപ്യമായ ആളൊന്നുമല്ല സമാദരണീയനായ മന്ത്രി. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം തന്നെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുകയും ചെയ്യും. ഒരു സംശയവും വേണ്ടതില്ല. മന്ത്രിക്ക് പോലും അറിയാത്ത, അല്ലെങ്കിൽ DPR വായിച്ച ശേഷം മന്ത്രിക്ക് തന്നെ ബഫർ സോൺ ഇല്ല, 1 മീറ്റർ പോലും ബഫർ സോൺ ഇല്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ തോന്നുന്ന തരത്തിലുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും ഈ പദ്ധതിയുടെ വിശദാംശങ്ങളുണ്ടെന്ന് ജയ്ക്ക് സമ്മതിക്കുമോ? അതോ DPR വായിച്ച മന്ത്രി, DPR വിശദമായി പഠിച്ച ശേഷം ബഫർ സോൺ ഇല്ല എന്ന് തോന്നിയ മന്ത്രിയും വിശദീകരണ യോഗങ്ങളിൽ പങ്കെടുത്തപ്പോൾ ബഫർ സോൺ ഉണ്ട് എന്ന് ബോധ്യമായ താങ്കളടക്കമുള്ള ആളുകളും പല രീതിയിൽ വിശദീകരിക്കുകയും പല രീതിയിൽ വസ്തുതകൾ പറയുകയും ചെയ്യുമ്പോൾ ഏത് വിശ്വസിച്ചാണ് ഈ പ്രതിഷേധക്കാർ, തീവ്രവാദികളെന്ന് നിങ്ങൾ വിളിക്കുന്ന പ്രതിഷേധക്കാർ പിന്മാറേണ്ടത്? അതില് ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ ഒടുവിലത്തെ ഘട്ടം അങ്ങ് വീണ്ടും ആവർത്തിക്കുകയാണ്. തീവ്രവാദികൾ, പ്രതിഷേധക്കാരെ മുഴുവനാണ് തീവ്രവാദികൾ തന്നെ വിളിച്ചത്. അങ്ങേക്ക് ധാരണയില്ലേ? ഞാൻ അങ്ങയുടെ മാധ്യമപ്രവർത്തക സംഘം കോട്ടയത്തു നിന്ന് എയർ ചെയ്ത വാർത്തയിൽ അങ്ങ DYFI ആണെന്നും അങ്ങയുടെ മാധ്യമ സ്ഥാപനം കമ്മ്യൂണിസ്റ്റ് ആണെന്നുമുള്ള പച്ചക്കള്ളം നിങ്ങളുടെ വിഷ്വൽ അവർ എടുത്തു വെച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച മാന്യൻ, അയാൾ ഒരു RSS എന്ന് ഞങ്ങൾ വിളിക്കുന്ന മതതീവ്രവാദ സംഘത്തിന്റെ പ്രതിനിധിയാണ്. അതിനൊന്നും ഇല്ലേ? അയാളാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ DYFI ആണ്, ഞങ്ങൾ ഇടതുപക്ഷമാണ്, അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തോടെ പച്ചക്കള്ളം പറഞ്ഞു. തീവ്രവാദ മതസംഘടനയായിട്ടുള്ള RSS, മതതീവ്രവാദ സംഘടനയായിട്ടുള്ള RSSന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന ചിത്രം അങ്ങയുടെ സഹപ്രവർത്തകരുടെ ഫോണിലേക്ക് ഞാൻ അയച്ചു കൊടുത്തു. അങ്ങത് കാണിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, ഈ കൂടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘ, അങ്ങയുടെ ചാനലിൽ ആർക്കൈവുകളുടെ ചുമതലയുള്ള ബഹുമാനിയരോട് അങ്ങ് സൗകര്യം ഉണ്ടെങ്കിൽ പറയണം. ഗെയിൽ സമര പദ്ധതി കാലത്ത് പുറത്ത് തെരുവോരങ്ങളെ നിസ്കാര സമരത്തിന്റെ വേദിയാക്കി മതതീവ്രവാദ കലാപം കേരളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച ശ്രമങ്ങളെക്കുറിച്ച് അതിന്റെ വീഡിയോ ബൈറ്റുകൾ അങ്ങയുടെ ആർക്കൈവുകളിൽ കാണും. എടുത്ത് കാണിക്കണം. അങ്ങ് അതേ സമര സംഘമാണ് ഈ കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, RSS ഉണ്ട്. ഇവർ അടങ്ങുന്ന മതരാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ശ്രമിക്കുന്ന മതതീവ്രവാദ സംഘം തന്നെയാണ്. ഇത് പറയുമ്പോൾ ഇടതുപക്ഷ ഞങ്ങൾക്ക് നട്ടലിന് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് ശിരസ് കുനിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കടയിൽ നിന്നും RSSന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന 4 വോട്ടുണ്ടല്ലോ, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ ജെയ്സി തോമസ്, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടായിരുന്നതും അത് വോട്ട് നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നതും പാലോളി സഖാവ് പറഞ്ഞതും ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട്, അതിന്റെ വീഡിയോ രേഖയടക്കം. നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. ഞാൻ ബഫർ സോണിന്റെ കാര്യത്തിൽ വളരെ വസ്തുതാപരമായി കേരളത്തിന്റെ മന്ത്രി ഇന്ന് കേരളത്തിന് കൊടുത്ത ഉറപ്പിനെ കുറിച്ചാണ്. ഇത് തമാശയല്ല,
തമാശയല്ല, ഞാൻ തമാശയല്ല ചോദിച്ചത്. കേരളത്തിന്റെ മന്ത്രി എന്ന് പറയുന്നു 1 മീറ്റർ പോലും ബഫർ സോൺ ഇല്ല. ഞാൻ DPR പഠിച്ചതാണ്, വിശദമായി പഠിച്ചതാണ്, നിങ്ങളും പോയി പഠിക്കൂ എന്ന് പറയുന്നു. കേരളത്തിന്റെ MD ബഫർ സോൺ ഉണ്ടെന്ന് പറയുന്നു, താങ്കൾക്കും ബോധ്യമുണ്ട് ബഫർ സോൺ ഉണ്ട് എന്ന്. കേരളത്തിൽ ആര് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കണം? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അങ്ങ് വീണ്ടും അതിലേക്കാണ് മടങ്ങി പോകുന്നത്. ഞാൻ അത് ആ ഡിസ്പ്യൂട്ട് നിസ്സാരമാണോ? അവസാനിപ്പിച്ചതാണ്. ജയ്, അതായത് അത് നിസ്സാരമാണോ? പറയുന്ന കാര്യങ്ങളെ ബഫർ സോൺ സംബന്ധിച്ച് എന്ന് മന്ത്രി പറയുന്ന പറയുന്നത് കാര്യങ്ങളെ സംബന്ധിച്ച് നഷ്ടപരിഹാരം കിട്ടുന്നവരായിരിക്കില്ലല്ലോ, താങ്കൾ പറഞ്ഞ അയ്യോ, അല്ല. പാക്കേജിന്റെ ഗുണഭോക്താക്കളായിരിക്കില്ലല്ലോ ബഫർ സോണിൽ വരുന്നത്. അവരുടെ ആശങ്കകൾ കേൾക്കണമല്ലോ. പ്രാദേശികമായി ഇന്ന് ഉയരുന്ന എതിർപ്പുകളിലൊക്കെ ഇതിനടുത്തുകൂടി ഈ പദ്ധതി കടന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒന്നും സ്ഥലങ്ങൾക്ക് പിന്നീട് വില ഉണ്ടാകില്ല, ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. ബഫർ സോൺ ഉണ്ടോ ഇല്ലയോ? അങ്ങേക്ക് താല്പര്യം, ഞാനത് വിശദമാക്കിയിട്ടും അങ്ങേക്ക് താല്പര്യം അതിൽ മേലെ കടന്ന് കറങ്ങാനാണ്. അതിന്റെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലായി. താങ്കൾക്ക് വിശദീകരണ യോഗങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം എന്നാണ്. താങ്കൾ CPM-നെ പ്രതിനിധീകരിച്ച് ഇന്നത്തെ ചർച്ചയിൽ ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വന്ന ആളാണ്. താങ്കൾക്ക് അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. ഒന്നുകിൽ മന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് താങ്കൾ പറയേണ്ടി വരും, കേരള MD പറഞ്ഞതാണ് ശരിയെന്ന് പറയേണ്ടി വരും. അത് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ ആ ചോദ്യം ഉപേക്ഷിക്കാം. ആശയക്കുഴപ്പം അങ്ങനെ വിട്ടിട്ട് പോകാൻ കഴിയില്ലോ. ഒരു മന്ത്രി പറയുന്നത് കേരളത്തിന് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ? ഇനി ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു ബുദ്ധിമുട്ടുമില്ല ബഹുമാനപ്പെട്ട ആങ്കർ. ഞാൻ അങ്ങയുടെ മുമ്പിൽ സവിസ്തരം കൃത്യതയോടുകൂടെ ക്രിസ്പ് ആൻഡ് പ്രിസൈസ് ആയി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കേട്ട സംവാദങ്ങളും ഞാൻ മനസ്സിലാക്കിയതാണ്. മന്ത്രിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് അപ്രാപ്യമായുള്ള വിശദമാക്കുമെന്ന് പറഞ്ഞു. അങ്ങ് ഞാൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്, CPM-ന്റെ പ്രതിനിധിയാണ്. ആ നിലയ്ക്ക് ശരിബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങ് നിലവിൽ മലയാള മനോരമ ന്യൂസിന്റെ പ്രതിനിധിയായിട്ടല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങയുടെ കോട്ടയത്തെ മാധ്യമ സംഘം ഏറെ ചെയ്ത പച്ചക്കള്ളം, ഈ ശബ്ദം ഞാൻ ആ പച്ചക്കള്ളം 3 തവണ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞില്ലേ, ആ പച്ചക്കള്ളം തിരുത്താനുള്ള അന്തസ് നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. ആ അന്തസ് കാട്ടിട്ടാണോ നിങ്ങൾ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത്? അതെ, മര്യാദ പഠിപ്പിക്കുകയല്ല ജയ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. സത്യവിരുദ്ധമായാണ് മന്ത്രി പറഞ്ഞതെങ്കിൽ അത് തിരുത്താനുള്ള മര്യാദ എനിക്കില്ല, എനിക്കത് തിരുത്താനുള്ള ഉത്തരവാദിത്തം ഇല്ലെന്ന് ജയ്ക്ക് പറഞ്ഞാൽ ഞാൻ ഉറപ്പായും അടുത്ത ചോദ്യത്തിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് കേരള പദ്ധതിയുടെ കാര്യത്തിൽ പല ചോദ്യങ്ങളിലും സംഭവിക്കുന്നതെന്ന് ജയ്ക്ക് ദയവായി മനസ്സിലാക്കണം. താങ്കൾ പറഞ്ഞല്ലോ താങ്കൾക്ക് എല്ലാ കാര്യങ്ങളിലും ബോധ്യമുണ്ട്, അല്ലെങ്കിൽ വിശദീകരണ യോഗങ്ങളിൽ പങ്കെടുക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനമായ കാര്യം ജയ്ക്ക്, എന്തിനാണ് ഈ പഠനം നടത്താൻ കല്ലിടുന്നത് എന്ന ചോദ്യം ഇന്ന് കേരള MD-യോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് തന്നെ ഇത് സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടി മാത്രമാണ് ഈ സർവേ നടത്തുന്നത് എന്ന് വിശദീകരിക്കാനാണ്. അപ്പോൾ ഏത് നിയമപ്രകാരമാണ് നിങ്ങൾ കല്ലിടുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാമോ ഏത് നിയമപ്രകാരമാണ് ഈ സർവേക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി ഈ ഭൂമിയിൽ കല്ലിടുന്നതെന്ന്? ഞാൻ ആവർത്തിച്ച് അങ്ങോട് പറഞ്ഞു. അങ്ങിപ്പോ സത്യത്തിന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ എനിക്ക് ക്ലാസ് എടുക്കേണ്ടായി. ഞാൻ ആ ക്ലാസ്സിലേക്ക് ഇരുന്ന് തരാം, എനിക്ക് പ്രയാസമൊന്നുമില്ല. അങ്ങയുടെ സത്യത്തെ സംബന്ധിച്ചുള്ള അങ്ങയുടെ സത്യാനന്തര മാധ്യമ പ്രവർത്തന പ്രഭാഷണത്തിൽ ഞാൻ ചെവി തരുകയും ചെയ്യാം. പക്ഷേ എന്താ പടരുന്ന സമയത്ത് അതിന്റെ വസ്തുത താങ്കൾക്ക് വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ കാരണം നിങ്ങളുടെ മാധ്യമ പ്രവർത്തക സംഘത്തിന്റെ കൈയോടുകൂടെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അനാവരണം ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി ജയ്ക്ക്. അത് താങ്കൾ സമ്മതിക്കണം എന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. അതെ, അതാണ് ആർക്കാണ് പൊള്ളലേറ്റതെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണെങ്കിൽ ശരി. അതാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. മന്ത്രി പറഞ്ഞതല്ല ഇതിൽ വസ്തുത എന്ന് കരുതേണ്ടതാണ്. കള്ള വാർത്തയാകുന്നത് എങ്ങനെയാണ് ജയ്? അയാൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഞാൻ ഡിവൈഎഫ്ഐക്കാരനാണെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ പറയുന്നു അയാൾ ഡിവൈഎഫ്ഐക്കാരനല്ല എന്ന്. അതാണ് വസ്തുതയെങ്കിൽ അയാളാണ് കള്ളം പറഞ്ഞതെന്ന് താങ്കൾക്കും അറിയാം അല്ലേ? താങ്കൾക്കും അറിയാമത്. അങ്ങനെയാണ് ബഫർ സോൺ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ബഫർ സോൺ ഇല്ല എന്ന് മന്ത്രി കള്ളം പറഞ്ഞതാണോ ഞാൻ ചോദിച്ചിട്ടില്ല. ജയിക്കുന്നത് തിരുത്താനും കഴിയില്ല. അതുകൊണ്ട് ദയവായി താങ്കൾ ആ ചിരിയും തുടർന്ന് ദയവായി കാത്തിരിക്കണം. ശരണ്യരാജന്റെ പ്രതികരണത്തിലേക്ക് പോയ ശേഷം തിരിച്ചു വരാമെന്ന് മറുപടി പറയേണ്ടി വരും. അപ്പോൾ മന്ത്രി പറഞ്ഞ കള്ളത്തിനോ? അതെന്താണ് ജയ്ക്ക് പറയാത്തത്? ജയ്ക്ക് മന്ത്രി പറഞ്ഞത് വൃത്തികേടാണോ കള്ളമാണോ? ഞാൻ പറഞ്ഞല്ലോ കള്ളമാണോ വൃത്തികേടാണോ? അങ്ങനെ താങ്കൾക്ക് തോന്നുന്ന വാക്കുകൾ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല ജയ്ക്ക്. മന്ത്രി ഇപ്പോൾ ഇന്ന് പറഞ്ഞത് താങ്കൾ ഈ പറയുന്ന ന്യായമാണ് ബാധകമാകുന്നതെങ്കിൽ ഒരാൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഡിവൈഎഫ്ഐക്കാരനാണ് എന്ന് പറഞ്ഞത് കള്ളമാണ്, അതിനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്, കള്ളമാണ് എന്ന് ഞാൻ സമ്മതിക്കണം എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ മന്ത്രി പറഞ്ഞത് കള്ളമാണോ? മന്ത്രി പറഞ്ഞത് അസത്യമാണോ? ആണോ? അത് വസ്തുത അന്വേഷിച്ച് ബോധ്യപ്പെടണ്ടേ?
കൊടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന, വാർത്തകളെ സംബന്ധിച്ച് ജയിക്കിന് അറിയാവുന്ന, നിങ്ങൾ പറയാറുണ്ടോ ചിലപ്പോൾ ഇത് കള്ളായിരിക്കും, ചിലപ്പോൾ ഒരു സത്യമായിരിക്കും, മന്ത്രി ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, DPR അങ്ങനെ പറയാറുണ്ടോ നിങ്ങൾ? ഉത്തമ കൊടുക്കുന്ന ബോധ്യത്തിൽ വാർത്തയെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? പറയുകയാണ് എന്ന് പറഞ്ഞ കാര്യം കള്ളമല്ല. അദ്ദേഹത്തിന് തെറ്റിയതായിരിക്കാം. ഇനി നമുക്ക് ജയിക്കിന് DPR നെ വസ്തുത കുറിച്ച് അറിയാമായിട്ട് ചർച്ച ചെയ്യാം. കൂടി അതേ നടക്കൂ. അതേ നടക്കൂ. നിങ്ങളുടെ DPR ഉണ്ടോ മാധ്യമ ഇത് സംഘത്തോട് തിരുത്താൻ നടത്താൻ താങ്കൾ പറഞ്ഞു. നടക്കൂല, അത് നമുക്കറിയാം. നിങ്ങൾ തിരുത്തുമല്ലോ അല്ലേ ജയ്ക്ക്? മന്ത്രിക്ക് തെറ്റുപറ്റിയാൽ നാളെ മന്ത്രി വന്ന് എനിക്ക് അല്ല, തെറ്റുപറ്റിയതാണ്, കൊടുത്ത കള്ളവാർത്ത ബഫർ തിരുത്തിയ സോൺ ആണ് ചരിത്രം എന്ന് ഞാൻ നമുക്കില്ലല്ലോ. പറഞ്ഞത് തെറ്റിദ്ധാരണയായിരുന്നു, DPR ൽ അങ്ങനെ ഇല്ലെന്ന് മന്ത്രി തിരുത്തുമല്ലോ അല്ലേ? ജയിക്കും തിരുത്തുമല്ലോ അല്ലേ? മര്യാദ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കേണ്ടി വരും അല്ല, ജയ്. കൊടുത്ത കള്ളവാർത്ത തിരുത്തിയ അനുഭവം നമുക്കില്ലാത്തോണ്ട് നമുക്ക് നിങ്ങൾ പറഞ്ഞ വാദങ്ങളൊക്കെ തിരുത്തിയ അതാ അനുഭവം പറഞ്ഞത്, ഞങ്ങൾക്ക് വളരെ കൊടുത്ത നന്നായുണ്ടല്ലോ. കള്ളവാർത്ത തിരുത്തിയ അനുഭവം അപ്പോൾ നമുക്കില്ലാത്തോണ്ട് ജയിക്കിന് ഈ നമുക്ക് വിഷയത്തിൽ DPR മറുപടി നെ പറയാൻ കുറിച്ച് ചർച്ച ചെയ്യാം. താല്പര്യമില്ല അല്ല, എന്ന് കൊടുത്ത- വ്യക്തമായതുകൊണ്ടും ഡിവൈഎഫ്ഐക്കാരനാണ് എന്ന് അയാൾ പറഞ്ഞത് കള്ളവും മന്ത്രി ബഫർ സോൺ ഇല്ല എന്ന് പറഞ്ഞത് കള്ളമല്ലാതിരിക്കുന്നത് കൊണ്ടും ദയവ് ചെയ്ത് ജയിക്ക് കാത്തിരിക്കുക, ഞാൻ തിരിച്ചു വരാം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.